എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് വരാം. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തെക്കൻ തമിഴ്നാട് തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ പ്രഭാവത്തിൽ മധ്യകിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതാണ് മഴയ്ക്ക് കാരണം. ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഇന്ന് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മലയോര മേഖലകളിലും കനത്ത മഴ തുടരുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ ഇന്നു മുതൽ ബാങ്ക് പണിമുടക്ക് തുടങ്ങിയിരിക്കുകയാണ്. സമരം ചെയ്യുന്ന കാത്തലിക് സിറിയൻ ബാങ്ക് CSB ജീവനക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് മറ്റു ബാങ്കുകളിലെ ജീവനക്കാരും പണിമുടക്കുന്നത്. ഗ്രാമീണ ബാങ്ക് ജീവനക്കാരടക്കം സമരത്തിൽ പങ്കുചേർന്നു. ഇതോടെ സംസ്ഥാനത്തെ ബാങ്കിംഗ് രംഗം ഇന്ന് പൂർണ്ണമായും സ്തംഭിക്കും. 3 ദിവസം ബാങ്കുകൾ അടഞ്ഞു കിടക്കും. റിസർവ് ബാങ്ക് നിശ്ചയിച്ച വേതനക്രമം നടപ്പിലാക്കുക, സ്ഥിരം തൊഴിലാളികളെ സംരക്ഷിക്കുക, നിലവിലുള്ള കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, താൽക്കാലിക നിയമനം നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CSB ബാങ്ക് ജീവനക്കാർ സമരം നടത്തുന്നത്. കാനഡ ആസ്ഥാനമാക്കിയിട്ടുള്ള ഫെയർഫാക്സ് കമ്പനി CSB ഏറ്റെടുത്തോടെയാണ് പ്രശ്നങ്ങൾ തുടക്കിയത്. മാനേജ്മെന്റ് നടപടികൾ പ്രതിഷേധിച്ച് മാസങ്ങളായി തുടരുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് സംയുക്ത സമരസമിതിയുടെ സംസ്ഥാന വ്യാപക പണിമുടക്ക്. ഇന്ന് പണിമുടക്കും നാളെ 4ാം ശനിയാഴ്ചയും തുടർന്ന് ഞായറാഴ്ചയും വരുന്നതോടെ 3 ദിവസം ബാങ്കുകൾ അടഞ്ഞുകിടക്കും. അടുത്ത അറിയിപ്പ്, കോവിഡിന്റെ പ്രതീക്ഷിതമായ 3ാം തരംഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആശങ്ക കുട്ടികളെ സംബന്ധിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വിവിധ സംസ്ഥാന സർക്കാരുകൾ ഉയർത്തിക്കാട്ടിയിട്ടുമുണ്ട്. 1ാം തരംഗകാലത്ത് കുട്ടികൾക്ക് താരതമ്യേന സുരക്ഷിതരായിരുന്നു. എങ്കിലും രൂപമാറ്റം സംഭവിച്ച വൈറസ് 2ാം തരംഗകാലത്ത് കുട്ടികളെയും ബാധിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ നിലയിൽ ഇന്ത്യയിൽ കുട്ടികൾക്കായി അംഗീകാരം ലഭിച്ച വാക്സിനുകളില്ല. ലോക്ക്ഡൌൺ പിൻവലിക്കുകയും സ്കൂളുകൾ തുറക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധയാണ് ആവശ്യമായിട്ടുള്ളത്. മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കുട്ടികൾ പാലിക്കുന്നു എന്ന് മാതാപിതാക്കൾ നിർബന്ധമായും ഉറപ്പാക്കേണ്ടതാണ്. കുട്ടികൾ ആരോഗ്യകരവും സന്തുലിതവുമായ ഭക്ഷണക്രമം പാലിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതും കോവിഡിൽ നിന്ന് അവരെ സുരക്ഷിതരാക്കി നിർത്തുന്നതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. പഴം, പച്ചക്കറികൾ, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എന്നിവ അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറെ സഹായകമാണ്. ഇതോടൊപ്പം എണ്ണ, മസാല, ജങ്ക് ഫുഡ് തുടങ്ങിയവ ഒഴിവാക്കുകയും വേണം.